മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പോകുന്ന കൂപ്പറും അമേലിയയും റൂമിലേക്ക് കണ്ട് ഞെട്ടുന്നു. കാരണം റൂമിലേക്ക് വയസ്സായിരിക്കുന്നു. കൂപ്പറിനെയും അമേലിയയും കണ്ട റൂമിൽ 23 വർഷമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് അവർ ഞെട്ടുന്നു. കൂപ്പറും അമേലിയയും മില്ലർ പ്ലാനറ്റിൽ പോയി തിരിച്ചു വന്നപ്പോൾ റിയൽ ടൈമിൽ 23 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ അവർക്ക് ഭൂമിയിൽ നിന്നും ഒരുപാട് മെസ്സേജ് വന്നിരുന്നു. പക്ഷെ ഇവർക്ക് തിരിച്ച് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നില്ല. റൂമിൽ ക്രയോസ്ട്രിപ്പിൽ കിടക്കാതെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കിട്ടിയ ഡാറ്റാസ് ഒന്നും പ്രൊഫസർ ബ്രാൻഡിന് അയച്ചു കൊടുക്കാൻ റൂമിലേക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ കൂപ്പർ തനിക്ക് വന്ന മെസ്സേജ് ഒക്കെ ഓപ്പൺ ആക്കി നോക്കുന്നു. 23 വർഷമായി അദ്ദേഹത്തിന്റെ ഫാമിലി അയച്ച മെസ്സേജുകൾ എൽ കാണുകയാണ്. ആദ്യം മകൻ അയച്ച മെസ്സേജ് കൂപ്പർ നോക്കുന്നു. അതിൽ ടോം വളർന്നു വലുതായി. അച്ഛൻ എപ്പോൾ തിരിച്ചു വരും? ഞാൻ കാത്തിരിക്കുകയാണ്. ടോമിന് ഗേൾഫ്രണ്ട് ആയി. അവന്റെ കല്യാണം കഴിഞ്ഞു. അവനൊരു കുട്ടിയുണ്ടായി. ഇതൊക്കെ കണ്ട് കൂപ്പർ ഭയങ്കര സങ്കടത്തോടെ കരയുന്നു. അങ്ങനെ അവസാനം വന്ന മെസ്സേജ് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ അത് മർഫിയുടെ മെസ്സേജ് ആയിരുന്നു. ആ മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ മർഫി വലുതായിരിക്കുന്നു. ആ മെസ്സേജിൽ അവൾ അച്ഛൻ തിരിച്ചു വരുമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. ഇന്ന് എനിക്ക് അച്ഛൻ ഇവിടുന്ന് പോകുമ്പോൾ അച്ഛന് എത്ര വയസ്സായിരുന്നുവോ? ഇന്ന് എനിക്ക്